അപ്പോൾ നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടർ 2026-27 വർഷത്തെ കലണ്ടർ നിലവിൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും 2026-27 വർഷത്തെ കലണ്ടർ എസ് എസ് സിയുടെ കലണ്ടർ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലെല്ലാവർക്കും അപേക്ഷിക്കാൻ വരുന്ന പോസ്റ്റ് മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം 4ാമത്തെ പോസ്റ്റ് തൊട്ടിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളാണ് അവിടെ വരുന്നത്. കമ്പൈൻ, അതായത് ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ, എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം ആണ്. പക്ഷേ ഇവിടെ വരുന്നത് കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടയർ 1 അതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് മാർച്ചിലായിരിക്കും. 2026 മാർച്ചിൽ തുടങ്ങും. അതുപോലെ ഏപ്രിൽ വരെ അപേക്ഷിക്കാൻ സാധിക്കും. മെയ് ജൂൺ 2026 ആയിരിക്കും പരീക്ഷ. പിന്നെ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെത് മാർച്ച് 2026 അപേക്ഷ തുടങ്ങുന്നത്. മെയ് ജൂണിലാണ് അതിൻ്റെ എക്സാം നടക്കുന്നത്. പിന്നെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ്റെ കാണാൻ സാധിക്കുന്നതാണ്. 14 വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫേസ് 14 നോട്ടിഫിക്കേഷനും കാര്യങ്ങളും 2026 വരാനായിട്ട് പോകുന്നുണ്ട്. അത് മാർച്ച് 2026 വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏപ്രിൽ 2026 വരെ അപേക്ഷിക്കാൻ സാധിക്കും. മാർച്ചിൽ നോട്ടിഫിക്കേഷൻ്റെ ഒരു നിരയാണ് കേട്ടോ, ഇതൊക്കെ മാർച്ചിൽ വരുന്നതാണ്. ഏപ്രിൽ വരെ അപേക്ഷിക്കാൻ സാധിക്കും, ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മെയ് മുതൽ ജൂലൈ വരെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും, മാസത്തിലായിരിക്കും നമുക്ക് പരീക്ഷ നടക്കുക എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ, അതായത് +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ അധികവും ഡിഗ്രി, ഇവിടെ 10ാം ക്ലാസ് മതി. നമ്മുടെ ഫേസ് 14 നമുക്ക് 10ാം ക്ലാസ് മതി, +2 അങ്ങനെ എല്ലാം ഉള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷേ കോമൺലി നമുക്ക് +2 ഉള്ളവർക്ക് അപേക്ഷ തുടങ്ങുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ അതിൻ്റെ ഏപ്രിൽ 2026 അപേക്ഷ തുടങ്ങും. മെയ് 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ജൂലൈ സെപ്റ്റംബർ 2026 കേട്ടോ അതിൻ്റെ പരീക്ഷ നടക്കുന്നത്. ആ ഒരു മാസത്തിലായിരിക്കും അതിൻ്റെ പരീക്ഷ നടക്കുക. പിന്നെ സ്റ്റെനോഗ്രാഫർ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഗ്രൂപ്പ് ഗ്രേഡ് C അതുപോലെ തന്നെ D കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ 2026 ഏപ്രിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. മെയ് 2026 വരെ അപേക്ഷിക്കാം. ഓഗസ്റ്റ് സെപ്റ്റംബർ 2026 പരീക്ഷ എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ ഉണ്ട്. പിന്നെ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് കാണാൻ സാധിക്കുന്നതാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ പോസ്റ്റാണ്. ഒരു എക്സാമേ ഉള്ളൂ, CB1 ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ഒറ്റ എക്സാമേ ഉള്ളൂ. ഇവിടെ പേപ്പർ 1 എന്ന് പറഞ്ഞാൽ പേപ്പർ 2 മറ്റൊന്നുണ്ടാവുമെന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജൂൺ 2026 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരെ. ജൂലൈ 2026 വരെ അപേക്ഷിക്കാം. സെപ്റ്റംബർ നവംബർ 2026 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സാം നടക്കാനായിട്ട് പോകുന്ന ഈ ഒരു ഡേറ്റിലായിരിക്കും, അതായത് ഈ മാസങ്ങളിലായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ 2026 അതിൻ്റെ പേപ്പർ 1 നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ മെയ് 2026 വരും. അതുപോലെ ജൂൺ 2026 വരെ അപേക്ഷിക്കാം. ഒക്ടോബർ നവംബറിലായിരിക്കും പരീക്ഷ. ഇനി ഫൈനലി എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ SSC GD കോൺസ്റ്റബിൾ. SSC GD കോൺസ്റ്റബിളിന് കയറുന്നവരുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ അടുത്ത GD കോൺസ്റ്റബിളിന് വേണ്ടി നോക്കിയിരിക്കരുത്. അടുത്ത GD കോൺസ്റ്റബിൾ വരുന്ന സമയത്ത് അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൂടുതലും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത്തവണ തന്നെ നല്ല വേക്കൻസി മുമ്പിലേക്ക് വരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് കിട്ടിയിട്ട് ഞാൻ പറയാം, വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബാക്കി ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം എത്ര വന്നു എത്ര വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ അടുത്തതിന് നോക്കിയിരിക്കാതെ ഇത്തവണ തന്നെ പരമാവധി നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് കയറുക. പിന്നെ ഇതിനല്ല ഓൾമോസ്റ്റ് എല്ലാത്തിനും, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടില്ല, നിലവിലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ SSC GDൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എക്സാം നടക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴ്ന്ന് പർച്ചേസ് ചെയ്യാം. B1 ഉണ്ട്, B2 ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് GK കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ 2000 GK നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മലയാളത്തിലാണ് കേട്ടോ. ഇത് B1 ഉം B2 ഇംഗ്ലീഷിലാണ്, ഇത് മലയാളത്തിലാണ് കേട്ടോ ക്രിയേറ്റ് ഉള്ളത്. 2000 GK മലയാളത്തിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിലെല്ലാം ഉണ്ട് നമ്മുടെ ഡാൻസ്, അതുപോലെ തന്നെ അതുപോലെ ഏത് സ്റ്റേറ്റിനാണ് വരുന്നത്, അങ്ങനെ ഓരോന്ന് വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാണ് വരുന്നത്. എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് 2000 GKയിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് GK ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള B1 അതുപോലെ തന്നെ B2 PDF ഇത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. SSC GD 2026 കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇത് 2027 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ടൈമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് സെപ്റ്റംബർ 2026 അതുപോലെ തന്നെ ഒക്ടോബർ 2026 വരെ അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ജനുവരി മാർച്ചിൻ്റെ ഇടയിലായിരിക്കും പരീക്ഷ. 2027 പരീക്ഷ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, അടുത്ത വർഷമാണ്, അതായത് ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്ത് ഇനി സമയമുണ്ട്. ആ ഒരു സമയത്താണ് പരീക്ഷ നടക്കുന്നത്. അതുവരെ കാത്തിരിക്കരുത്. ഇത്തവണ നല്ലപോലെ പഠിച്ച് നിങ്ങൾ കയറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്ര നോട്ടിഫിക്കേഷനാണ് വരാനായിട്ട് പോകുന്നത്. 12 നോട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. പിന്നെ ഇവിടെ CBE1 ഉള്ളൂ, GDക്ക് ഒറ്റ പരീക്ഷയുള്ളൂ. പിന്നെ ഫിസിക്കലാണ് വരുന്നത്. പിന്നെ ഫിസിക്കലും മെഡിക്കൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഫൈനൽ ലിസ്റ്റ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കലണ്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ, താഴെ കൊടുക്കുന്നില്ല.
കാരണം ഇത്രയേ ഉള്ളൂ, ഈ ഒരു പേജേ ഉള്ളൂ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം മതി.